നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ല് രാജ്യസഭ പാസാക്കിയിരിക്കുകയാണ്. ബില്ലിൽ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ ഇറങ്ങി പോവുകയും ചെയ്തു. ആ സമയത്താണ് രാജ്യസഭ സുപ്രീം കോടതി ഭേദഗതി ബില്ല് പാസാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇനി ഈ ഒരു ബില്ല് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം നിലവിലെ 34 നിന്ന് 37 ഉയരും. കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിനിടെയാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും ഈ ഒരു ബില്ല് പാസാക്കിയിരിക്കുന്നത്. ആ ദിവസം അന്ന് ചർച്ച നടക്കുന്ന ദിവസം ചില രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട MP A റഹീം ഈ ഒരു വിഷയത്തിൽ ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചു. എന്നാൽ അദ്ദേഹം കൃത്യമായിട്ട് ആ അവസരം ഉപയോഗിക്കുക ചെയ്തില്ല എന്ന് തന്നെ വേണം പറയാം. മറ്റൊന്നല്ല, A റഹീം MP സംസാരിക്കുമ്പോൾ അദ്ദേഹം വിഷയത്തിൽ നിന്ന് തെന്നിമാറി മറ്റെവിടേക്കോ പോകുന്നത് കണ്ടപ്പോൾ രാജ്യസഭാ ചെയർമാൻ തന്നെ അവിടെ ബെല്ലടിച്ച് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെടുകയും ധന്യവാദം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ A റഹീം MPയുടെ സംസാരം മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ അവിടെ ഇരിക്കാൻ പറയുന്ന ഒരു കാഴ്ചയാണ് രാജ്യസഭയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നത്. അതായത് പാർലമെന്റിലെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷിലായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത്. ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം തപ്പിപ്പിടിച്ചായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത്. പലപ്പോഴും A റഹീമിന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് പല ട്രോളുകളും പലപ്പോഴും സൈബർ ഇടങ്ങളിലൊക്കെ ഉയർന്നു വരാറുള്ളതാണ്. എന്നിരുന്നാലും അദ്ദേഹം വീണ്ടും വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന പോലെയൊക്കെ സംസാരിക്കുന്നത് കാണാറുണ്ട്. ഏതായാലും രാജ്യസഭയിലും അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിലായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു പേപ്പർ നോക്കി വായിച്ചായിരുന്നു, തപ്പി തടഞ്ഞായിരുന്നു അദ്ദേഹം വായിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നിന്ന് അദ്ദേഹം തെന്നി മാറി മറ്റെവിടേക്കോ പോയി എന്നുള്ളതാണ്. റൂൾ ഓഫ് ലോയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങി. പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി സ്ട്രീറ്റ്സ്, എന്താണ് അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു AK-47 എന്ന് പറഞ്ഞ് വന്നതും രാജ്യസഭാ ചെയർമാൻ അദ്ദേഹത്തോട് ധന്യവാദ് എന്ന് പറഞ്ഞ് ബെല്ലടിച്ച് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഈ ഒരു സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പിന്നീട് അത് AK-47 വരെ എത്തി. ഇനി AK-47 പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് പോലും അതിനുള്ളൊരു സമയം പോലും അനുവദിക്കാതെയാണ് രാജ്യസഭാ ചെയർമാൻ അദ്ദേഹത്തിനോട് ധന്യവാദ്, അദ്ദേഹം വിഷയത്തിൽ നിന്ന് തെന്നിപ്പോകുന്നുണ്ട്, അദ്ദേഹം സംസാരിക്കേണ്ട എന്നുള്ള അർത്ഥത്തിൽ ബെല്ലടിച്ച് അദ്ദേഹത്തിനോട് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിനോട് ഇരിക്കാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം വീണ്ടും ഉച്ചത്തിൽ അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് രാജ്യസഭ ചെയർമാൻ അപ്പോൾ അദ്ദേഹത്തിനോട് ചിരിച്ചുകൊണ്ട് പ്ലീസ് സിറ്റ് ഡൗൺ, ധന്യവാദ് എന്ന് പറയുന്നുണ്ടായിരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനുണ്ടായിരുന്നത്. ഏതായാലും തന്റെ പ്രസംഗം മുഴുവനായിട്ട് സംസാരിക്കാൻ അനുവദിച്ചില്ല. കാരണം ഇവിടെ ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറയുന്ന പോലെയാണ്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അവിടെ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അനാവശ്യമായിട്ട് പിന്നീട് AK-47 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് രാജ്യസഭാ ചെയർമാൻ അദ്ദേഹത്തിനോട് പ്രസംഗം അവസാനിപ്പിക്കാൻ അവിടെ പറയുകയും അദ്ദേഹത്തിന് ഒരു വാർണിംഗ് നൽകുകയും ചെയ്തത്. ഏതായാലും ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ആ പ്രത്യേക വിഷയത്തിൽ നന്നായി ഹോംവർക്ക് ചെയ്ത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അത് അവതരിപ്പിക്കുക എന്നതാണ്. ഇത് ഒരുമാതിരി എന്തൊക്കെയോ എഴുതിക്കൊണ്ട് വന്ന് വായിൽ തോന്നിയത് പറയുകയാണ് MP ചെയ്തിരിക്കുന്നത്. അതായത് കുറച്ച് സമയം മാത്രമാണ് ലഭിക്കുക. ആ സമയത്തിനുള്ളിൽ ഏറ്റവും നന്നായിട്ട് ആ വിഷയത്തെ അവതരിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് MP-മാരുടെ ഒരു ആദ്യത്തെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആളുകളാണ് വീണ്ടും A റഹീമിനെ ചീത്ത വിളിച്ചുകൊണ്ടും അദ്ദേഹത്തെ ട്രോളിക്കൊണ്ടും ഇതിന് താഴെ കമന്റുകൾ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യൻ രാജ്യസഭയിലേക്ക് ഒരാളെ അയക്കുമ്പോൾ ഏറ്റവും നല്ല ആളെ അയക്കാൻ ശ്രമിക്കണം. ആനക്കാര്യം പറയുമ്പോൾ ചേനക്കാര്യം പറയും, അതാണ് അവിടെ. അതുകൊണ്ടാണ് സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ അവിടെ ഇരിക്കണോ എന്ന് പറഞ്ഞതും. മിസ്റ്റർ റഹീം നല്ലൊരു സന്ദർഭം കളഞ്ഞു കുളിച്ചു. ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഒരു ബില്ലിൽ അവരുടെ നിയമന രീതിയെ പറ്റിയെങ്കിലും ഒരു ചർച്ചയാകാമായിരുന്നു. ഒന്ന് പ്രിപ്പയർ ചെയ്തു പോയാൽ പോരെ, ഏതായാലും ബില്ല് പാസ്സാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത്. അതായത് ആ വിഷയത്തെക്കുറിച്ച് ഒന്നും കൂടെ ഒന്ന് ആഴത്തിൽ പഠിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കാമായിരുന്നു. ഇത് വെറുതെ മലയാളികൾ കൊണ്ടും നാണക്കേടാകുന്ന രീതിയിൽ അതിനെക്കുറിച്ച് പറയാനും ഒരു
അവസരം കിട്ടിയത് അത് നശിപ്പിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഏതായാലും ആ ഒരു അവസരം, അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ഒരു അവസരമാണ് അവിടെ നഷ്ടപ്പെട്ടത്. അതേസമയം തന്നെ ജോൺ ബ്രിട്ടാസ് MP, അദ്ദേഹത്തിനാണെങ്കിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയാം. അദ്ദേഹം സഭയിലൊക്കെ തന്നെ വളരെ ചടുലതയോടുകൂടി തന്നെ കാര്യങ്ങൾ പഠിച്ച് അദ്ദേഹം അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ചെറിയ ചെറിയ പെശകുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പറ്റാറുണ്ട്. കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു MP അദ്ദേഹം സംസാരിക്കുമ്പോൾ ഹോണറബിൾ ഫോർമർ ചീഫ് മിനിസ്റ്റർ എന്ന് അമ്മ എന്ന് പറഞ്ഞപ്പോൾ പുറകിലിരുന്നു കൊണ്ട് ചുമ്മാ അനാവശ്യമായിട്ട് വിച്ചമ്മ എന്ന് ജോൺ ബ്രിട്ടാസ് MP ചോദിക്കുകയും യുവർ അമ്മ എന്ന് അദ്ദേഹം തിരിച്ച് മറുപടി പറയുകയും ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക്, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രോളുകൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. രാജ്യസഭയിൽ ഇരുന്നു കൊണ്ട് അമ്മയ്ക്ക് വിളി കേൾക്കുന്ന ആദ്യത്തെ MP എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോൺ ബ്രിട്ടാസ് MPയുടെ ചിത്രം വെച്ചുകൊണ്ട് വലിയ രീതിയിൽ ട്രോളുകൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ AR റഹീം MP AK-47 എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ചെയർമാൻ അവിടെ ഇരിക്കാൻ ആവശ്യപ്പെടുകയും ധന്യവാദം എന്ന് പറഞ്ഞുകൊണ്ട് ബെല്ലടിച്ചൊരു വാർണിംഗ് നൽകുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതേസമയം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ ശക്തമായ പ്രതിഷേധത്തിലും AR റഹീമും പങ്കാളിയായിരുന്നു. സഭയിൽ വലിയ രീതിയിൽ ബഹളമുണ്ടായതിനെ തുടർന്ന് അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ പ്രതിഷേധിച്ച MPമാരോട് സഭയിൽ ക്രമം പാലിക്കാനും തങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങാനും ആവർത്തിച്ച് ആവശ്യപ്പെടുകയായിരുന്നു. ചർച്ചയ്ക്ക് ശേഷം ഉപരിസഭ അത് ലോവർ ഹൌസിൽ തിരിച്ചയച്ചു. ബിൽ വരുന്നതോടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം നിലവിൽ 34 നിന്ന് ഇനി 37 ഉയരും. മെയ് മാസത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച ഓർഡിനൻസിന് പകരമാണ് ബില്ല്. ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള തിടുക്കത്തെ പ്രതിപക്ഷ അംഗങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. ഇത് നേരിട്ട് പാർലമെന്റിൽ ഒരു നിയമമായി കൊണ്ടുവന്നില്ല. ഒരു ചർച്ച നടത്തുകയും പിന്നീട് ഭേദഗതി ചെയ്യുകയും ചെയ്തില്ലേ? ആരാണ് എതിർക്കുക? ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കരുതെന്ന് ആരും എതിർക്കുന്നില്ല. പക്ഷെ അത് മതിയോ? രാജ്യത്തെ സ്ഥിതി മാറ്റാൻ ഇത് പര്യാപ്തമാണോ? ഈ 4 ജഡ്ജിമാർ കാരണം 95,000 കേസുകൾ തീർപ്പാക്കാൻ പോകുകയാണോ? ഇതൊക്കെയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ട കോൺഗ്രസ് MPയും മുതിർന്ന അഭിഭാഷകനുമായ വിവേക് തൻക ചോദിച്ചത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന്റെ 5ാം വാർഷികത്തെക്കുറിച്ച് ശ്രീ തൻക പരാമർശിച്ചപ്പോൾ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് എതിർപ്പ് പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും അല്പസമയത്തിന് ശേഷം പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. MPമാരുടെ എണ്ണത്തിലെ വർധന കേസുകളുടെ കെട്ടിക്കിടക്കൽ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുമെന്ന് BJP MP സംഗീത യാദവും പറഞ്ഞു. രാജ്യത്ത് വിവിധ കോടതികളിലായി ഏകദേശം 64 ലക്ഷം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ നരേന്ദ്രമോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീമതി യാദവ് പറഞ്ഞു. എല്ലാ ഹൈക്കോടതികളിലും 30% ഒഴിവുകളുണ്ടെന്നും തൃണമൂൽ കോൺഗ്രസ് MP മേനക ഗുരുസ്വാമിയും പറഞ്ഞു. ഏതായാലും വലിയ ബഹളമായിരുന്നു ഈ ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചയിൽ സഭയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ഇറങ്ങിപ്പോവുകയും വലിയ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അവസാനം ബില്ല് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്.